ചീട്ടുകൊട്ടാരം പോലെയാണ് ചിലരുടെ ജീവിതം. ഒന്ന് തൊട്ടാൽ മതി എല്ലാം തകർന്നടിഞ്ഞ് താഴെ വീഴാൻ. ചിലരുടെ പ്രകൃതം തൊട്ടാവാടി പോലെയാണ്. ചെറിയൊരു മൃദുസ്പർശനം, എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം, പ്രതിസന്ധി വന്നാൽ മതി തളർന്ന് താഴെയായി. ഡെലിക്കേറ്റ് ഡാർലിംഗ് എന്ന് വേണമെങ്കിൽ അവരെ വിളിക്കാം. ചെറിയ പ്രശ്നത്തിൻ്റെ മുൻപിൽ എല്ലാം തകർന്ന് തളർന്ന് അവശതയിൽ ആകുന്ന വ്യക്തികൾ. അതോടൊപ്പം തന്നെ മറ്റു ചിലരുണ്ട്, പാറ പോലെ വിശ്വാസത്തിൽ ഉറച്ച് അടിയുറച്ച് ആശ്രയിച്ച് ജീവിക്കുന്നവർ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ വിവരിക്കുന്നത് പോലെ ശക്തമായ പാറയിൽ ഭവനം പണിത വിവേകമതികളെ പോലെയാണവർ. ആ വിശ്വാസം അവർക്ക് കരുത്തു നൽകുന്നു, ഒരു കോട്ട പോലെ അവരെ പിടിച്ചു നിർത്തുന്നു. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവരാണ് അവർ. ഇപ്രകാരം പറയാറുണ്ട്, those who leave everything in God's hands will see God's hand in everything. അതായത് എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരം എല്ലാറ്റിലും കാണാനാകും. വിശ്വസിക്കുന്നവർക്കുള്ള വലിയ സമ്മാനമാണ് ഈ ആന്തരിക കരുത്ത്. എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റുന്ന വിധത്തിലുള്ള ആന്തരിക ശക്തിയും അനുഗ്രഹവുമെല്ലാം. ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ വിശ്വാസ വെളിച്ചം എന്ന എൻസിക്ലിക്കൽ ലെറ്റർ, പ്രബോധന രേഖയിൽ ഈ വിശ്വാസത്തെ പറ്റിയാണ് ചർച്ച ചെയ്യുക. ചിലർ ഈ വിശ്വാസത്തെ ഒരു മിഥ്യയായ വെളിച്ചമായി വിമർശിക്കുന്നവരുണ്ട് എന്ന് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കുന്നു. അതിൻ്റെ 2-ാം പാരഗ്രാഫിൽ ഇപ്രകാരം ഫ്രാൻസിസ് പാപ്പ എടുത്തു പറയുന്നു, ഈ വിശ്വാസ വെളിച്ചത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സമകാലികരിൽ അനേകരുടെ എതിർപ്പുകൾ നമുക്ക് കേൾക്കേണ്ടി വരും. അത്തരമൊരു വെളിച്ചം പ്രാചീന സമൂഹങ്ങൾക്ക് മതിയാകുമായിരുന്നെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിന്, അതായത് പക്വത പ്രാപിച്ചവരും യുക്തിവിചാരത്തിൽ അഹങ്കരിക്കുന്നവരും ഭാവിയെക്കുറിച്ച് പുതുരീതികളിൽ അന്വേഷണം നടത്തുന്നതിന് തത്പരരുമായ മനുഷ്യർക്ക് ഗുണപ്രദമല്ലെന്നാണ് ആധുനിക യുഗം ചിന്തിക്കുന്നത്. അതായത് വിശ്വാസം എന്നത് ഒരു മിഥ്യയാണെന്നും അത് അപക്വമായ ഒരു നിലപാടാണെന്നും വിമർശിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് ഫ്രാൻസിസ് പാപ്പ പറയുക. അദ്ദേഹം എടുത്തു പറയുന്നത്, പ്രത്യേകിച്ച് ഈ ലൂമൻ ഫിദെയ് വിശ്വാസ വെളിച്ചം എന്ന ഈ ചാക്രിക ലേഖനത്തിൽ ജർമ്മൻ ചിന്തകനായ ഫ്രെഡറിക് നീറ്റ്ഷയെ ഉദ്ധരിക്കുന്നുണ്ട്. നീറ്റ്ഷയുടെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ദസ് സ്പോക്ക് സരസ്തൂസ്ത്ര എന്ന പുസ്തകം. അതിലെ പ്രധാന കഥാപാത്രം ഈ സരസ്തൂസ്ത്ര പ്രത്യേകിച്ച് മനുഷ്യനെ സാധാരണ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കൂച്ചുവിലങ്ങുകളിൽ നിന്ന്, സമൂഹത്തിൻ്റെ വിലക്കുകളിൽ നിന്ന് എല്ലാം വിമോചിപ്പിച്ച് അവൻ്റെ വിജ്ഞാനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസിലേക്ക് കൊണ്ടുപോയി നയിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപദേശമാണ്, ചിന്തയാണ്, ദർശനമാണ് നീറ്റ്ഷെ നൽകുന്നത്. അദ്ദേഹം പറയുക, അതിമാനുഷ്യൻ അല്ലെങ്കിൽ യൂബർമെൻഷ്, സൂപ്പർമാൻ, അപ്രകാരം സാധാരണ മനുഷ്യരെ ഈ കൂച്ചുവിലങ്ങളിൽ നിന്നും വിലക്കുകളിൽ നിന്നെല്ലാം വിമോചിപ്പിച്ച് ഉയർത്തണം എന്നാണ് നീറ്റ്ഷെ അഭിപ്രായപ്പെടുക. നീറ്റ്ഷയുടെ മറ്റൊരു പുസ്തകത്തെ ഉദ്ധരിച്ച് ഫ്രാൻസിസ് പാപ്പ ഈ ലൂമൻ ഫിദെയിൽ പ്രതിപാദിക്കുന്നുണ്ട്. യുവാവായ നീറ്റ്ഷെ തൻ്റെ സഹോദരി എലിസബത്തിനെ അപകട സാധ്യതകൾ ഏറ്റെടുക്കാനും സ്വന്തം വഴി കണ്ടെത്തേണ്ടതിനുള്ള തികഞ്ഞ അനിശ്ചിതത്വത്തോടെ പുതിയ വഴികളിൽ സഞ്ചരിക്കാനും പ്രോത്സാഹിപ്പിച്ചു. ഫ്രാൻസിസ് പാപ്പ
തുടർന്ന് എഴുതുന്നു, നീറ്റ്ഷെ സഹോദരി എലിസബത്തിനോട് പറഞ്ഞു, ഇവിടെയാണ് മനുഷ്യവർഗത്തിൻ്റെ പാതകൾ വേറിടുന്നത്. നിനക്ക് ആത്മീയ സമാധാനവും സന്തോഷവും വേണമെങ്കിൽ വിശ്വസിക്കുക. എന്നാൽ സത്യത്തെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്വേഷിക്കുക. അങ്ങനെ ഈ ഒരു അന്വേഷണത്തിൻ്റെ പാതയിലേക്ക് മനുഷ്യൻ തിരിയണം എന്നാണ് നീറ്റ്ഷെ അഭിപ്രായപ്പെടുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ ഇവിടെ പ്രത്യേകമായ വിധത്തിൽ വ്യക്തമാക്കുന്നു. അദ്ദേഹം തുടർന്ന് എഴുതുന്നു, വിശ്വാസവും അന്വേഷണവും പൊരുത്തപ്പെട്ട് പോകില്ലത്രേ. ഇതാണ് പല ആധുനിക ചിന്തകരുടെയും ദർശനം. വിശ്വാസം ഒരു വഴിക്ക്, യഥാർത്ഥമായ അന്വേഷണം മറ്റൊരു വഴിക്ക്. അങ്ങനെ അടുത്ത പാരഗ്രാഫിൽ പറയുക, ഈ പ്രക്രിയയിൽ വിശ്വാസത്തെ അന്ധകാരവുമായി ബന്ധിപ്പിക്കുവാൻ ഇടയായി. അങ്ങനെ വിശ്വാസം വെളിച്ചമില്ലാത്തപ്പോൾ നടത്തേണ്ടതും അന്ധമായ വികാരത്താൽ പ്രചോദിതവുമായ ഇരുളിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടമായി മനസ്സിലാക്കപ്പെട്ടു. അങ്ങനെ വിശ്വാസം എന്നത് എ ലീപ്പ് ഇൻ ടു ദ ഡാർക്ക്നെസ്, അന്ധകാരത്തിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടം. അതാണ് പല ആധുനിക ചിന്തകരും ഇപ്രകാരം ഈ വിശ്വാസത്തെപ്പറ്റി വ്യക്തമാക്കുക. പക്ഷേ ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ പറയുന്നു, ഒടുവിൽ ഭാവി ഇരുണ്ടതായി നിലകൊള്ളുവാൻ ഇടയായി. അതായത് ഈ വിശ്വാസം എന്നത് ഇരുട്ടിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടം, ലീപ്പ് ഇൻ ടു ദ ഡാർക്ക്നെസ് ആയി വ്യാഖ്യാനിക്കുമ്പോൾ ആത്യന്തികമായി മനുഷ്യൻ ഒരു ഇരുട്ടിലായി മാറുന്നു എന്ന് പറയുന്നു. എന്നാൽ വഴി കാണിക്കാൻ അശക്തമായ ചെറിയ ദീപങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിച്ചു. വിശ്വാസ വെളിച്ചം ഇല്ലാതാകുമ്പോൾ എല്ലാം കുഴഞ്ഞു മറിയുന്നു. അതുകൊണ്ടാണ് ഈ ഒരു തൊട്ടാവാടി സംസ്കാരം കടന്നു വരുന്നത്. തൊട്ടാൽ സ്പർശിച്ചാൽ എല്ലാം തകർന്നടിയുന്ന ഒരു ചീട്ടുകൊട്ടാരം പോലെ ജീവിതം പരിണമിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ തുടർന്ന് പറയുന്നു, പക്ഷേ യഥാർത്ഥ വിശ്വാസം ജീവിതത്തിന് മഹത്വവും സാക്ഷാത്കാരവും കൊണ്ടുവരുന്നു എന്നും ക്രിസ്തുവിലുള്ള വിശ്വാസം ശക്തിയും ബോധ്യവും പകരുന്നുവെന്നും ഫ്രാൻസിസ് പാപ്പ തുടർന്ന് എഴുതുകയാണ്. അദ്ദേഹം വിവരിക്കുന്നത് പ്രത്യേകിച്ച് രക്തസാക്ഷികളുടെ നടപടി പുസ്തകം ആക്ത സാങ്ക്തുവരിലും ഒരു സുപ്രസിദ്ധമായ ഒരു സംവാദം ഉദ്ധരിച്ചുകൊണ്ട് റോമൻ പ്രീഫെക്റ്റായ റുസ്തിക്കോസും ഫിയറാക്സ് എന്നു പേരുള്ള ഒരു ക്രൈസ്തവനും തമ്മിലുള്ള സംവാദം ആണിത്. അദ്ദേഹം ഈ ജഡ്ജി ഈ ക്രൈസ്തവനോട്, ക്രിസ്തു വിശ്വാസിയോട് ചോദിക്കുന്നു, എവിടെയാണ് നിന്റെ മാതാപിതാക്കൾ? അയാൾ ഇങ്ങനെ ഉത്തരം പറഞ്ഞു, എൻ്റെ യഥാർത്ഥ പിതാവ് ക്രിസ്തുവാണ്. എൻ്റെ അമ്മ ആ ക്രിസ്തുവിലുള്ള വിശ്വാസവുമാണ്. അങ്ങനെ ആദിമ ക്രൈസ്തവർക്ക് ക്രിസ്തുവിൽ വെളിവായ സജീവ ദൈവവിശ്വാസം കണ്ടുമുട്ടി എന്ന നിലയിൽ ഈ വിശ്വാസം ഒരു അമ്മയെപ്പോലെ അവർക്ക് സംരക്ഷണമായി. ഫ്രാൻസിസ് പാപ്പ തുടർന്ന് പറയുന്നു, അത് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. അവരുടെ ഉള്ളിൽ ദൈവിക ജീവനും ഒരു നവ്യ അനുഭവവും അസ്തിത്വത്തെക്കുറിച്ചുള്ള ദീപ്തമായ ഒരു ദർശനവും ലഭിച്ചു എന്ന്. അങ്ങനെ പ്രസക്തമായ 5 കാര്യങ്ങളാണ് വിശ്വാസം വഴി ഒരു വ്യക്തിക്ക് നൽകുക. ഒന്ന്, വിശ്വാസം ഒരു വ്യക്തിയെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. 2, ജീവിതത്തെപ്പറ്റി തന്നെ ഒരു നവ്യമായ അനുഭവം ലഭ്യമാകുന്നു. 3, സ്വന്തമായ മനുഷ്യ അസ്തിത്വത്തെപ്പറ്റി ഒരു ദീപ്തമായ ദർശനം ആ വ്യക്തിക്ക് സ്വന്തമാകുന്നു. 5, ആ ദർശനത്തിൻ്റെ പരസ്യ സാക്ഷ്യം നൽകുവാൻ അവന് കരുത്തും കൃപയുമൊക്കെ ലഭിക്കുന്നു. യഥാർത്ഥത്തിൽ ക്രൈസ്തവ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഈ വിശ്വാസത്തിനു വേണ്ടിയുള്ള ധീര സാക്ഷ്യം നൽകിയ നിരവധി വ്യക്തികളുടെ മഹത്തായ ഒരു ചരിത്രം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസത്തിനു വേണ്ടി
ഏതു ത്യാഗവും എടുക്കുവാൻ സന്നദ്ധരായവർ, വെല്ലുവിളികൾ സ്വീകരിച്ചവർ, അവർ ജീവിതം അവരുടെ രക്തം പോലും ചിന്തുവാൻ തയ്യാറായവർ. അങ്ങനെ അവരുടെ ഈ രക്തപുഷ്പങ്ങൾ നമുക്കും ഒരു വലിയ പ്രചോദനമായി മാറുന്നു. നമ്മുടെയും ജീവിതത്തിൽ ഈ രക്തപുഷ്പങ്ങളിൽ നിന്നുള്ള സൗരഭ്യം, പരിമളം അനുഗ്രഹമായി മാറുന്നു. സഭയുടെ ചരിത്രത്തിൽ ഇപ്രകാരം ഈ വിശുദ്ധാത്മാക്കളുടെ, ധീരരായ രക്തസാക്ഷികളുടെ ജീവിതം നമ്മയും ഏറെ പ്രചോദിപ്പിക്കും. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നതും ഏറെ ശ്രദ്ധേയമാണ്. സി ഇസ്തേ ഇത് ഇല്ലേ കുർ നോൺ ഏഗോ. അവൾക്കും അവനും ആകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ. ചരിത്രത്തിലെ ഈ വിശുദ്ധ രക്തസാക്ഷികളുടെ ധന്യമായ ജീവിതം നമുക്കും പ്രചോദനമായി മാറും. പ്രത്യേകിച്ച് ജീവിതത്തിൽ ചെറിയ വെല്ലുവിളികൾ വരുമ്പോൾ ജീവിതം തകർന്നു പോകുന്ന അവസ്ഥയുള്ളവർ, ഇങ്ങനെ തൊട്ടാവാടി സ്വഭാവവും ചീട്ടുകൊട്ടാരം പോലെയുള്ള ജീവിതാവസ്ഥയും ഉള്ളവർക്ക് ഈ ധീരരായ രക്തസാക്ഷികളുടെ ജീവിതം നമുക്കെന്നും പ്രചോദനമായി മാറും. ഉദാഹരണമായി അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ 6-ാം അധ്യായത്തിൽ വിശുദ്ധ സ്റ്റീഫൻ്റെ ധന്യമായ ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ സഭയിൽ ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട 7 ഡീക്കന്മാരുടെ വിവരണം അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ആ ഡീക്കന്മാരിൽ ഒരാളാണ് വിശുദ്ധ സ്റ്റീഫൻ. അദ്ദേഹത്തെ പറ്റി വിവരിക്കുക, കൃപാവരവും ശക്തിയും നിറഞ്ഞ മനുഷ്യൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചവൻ, ആത്മാവിൻ്റെ ജ്ഞാനം ഹൃദയത്തിൽ എന്നും കാത്തു സൂക്ഷിച്ച വ്യക്തി. നടപടിയുടെ പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ വിശുദ്ധ സ്റ്റീഫനെ പറ്റി വിവരിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ പോലെ കാണപ്പെട്ടു എന്ന്. പക്ഷേ വിശുദ്ധ സ്റ്റീഫന് നിരന്തരമായി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് വിശുദ്ധ സ്റ്റീഫൻ യഹൂദ ചരിത്രം വിവരിച്ചുകൊണ്ട് അദ്ദേഹം അവരെ വെല്ലുവിളിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. ഏത് പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി? നീതിമാനായവൻ്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി. നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു, എങ്കിലും നിങ്ങൾ അത് പാലിച്ചില്ല. അപ്രകാരം തന്നെ വെല്ലുവിളിച്ച വ്യക്തികളോട് യഹൂദ ചരിത്രം തന്നെ വിശുദ്ധീകരിച്ച് വ്യക്തമായി അവരുടെ നിലപാടുകളെപ്പറ്റി വിലയിരുത്തുവാൻ ആവശ്യപ്പെടുകയാണ് വിശുദ്ധ സ്റ്റീഫൻ. പക്ഷേ അതിന് കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടമാകും എന്നുള്ള അവസ്ഥ വരുന്നു. അങ്ങനെ സ്റ്റീഫനെ പിടിച്ച് അവർ നഗരത്തിന് വെളിയിൽ കൊണ്ടുപോവുകയും പ്രതികാരത്തോടുകൂടെ അവൻ്റെ നേരെ പാഞ്ഞെടുക്കുകയും കോപാക്രാന്തരായി അവൻ്റെ നേരെ പല്ലുകടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ സ്റ്റീഫനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ അവർ പരിശ്രമിച്ചു. അപ്പോൾ സ്റ്റീഫൻ എന്ന ഈ ക്രിസ്തുവിൻ്റെ ഉത്തമ വിശ്വാസി ആ വിശ്വാസത്തിൽ ഒരു പാറയിൽ ഉയർത്തിയ ഭവനം പോലെ വിവേകവതിയായി നിന്നുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുക: കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങ് കൈക്കൊള്ളണമേ. അവൻ മുട്ടിന്മേൽ നിന്ന് തൻ്റെ പ്രതിയോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു: കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. അങ്ങനെ ധീരോചിതമായ ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യം വിശുദ്ധ സ്റ്റീഫൻ നൽകുന്നു. ഏതു വെല്ലുവിളികൾക്ക് മുൻപിലും പിടിച്ചു നിൽക്കുവാൻ, അടിപതറാതെ നിലനിൽക്കുവാൻ വേണ്ട ധൈര്യവും ശക്തിയും കരുത്തും നൽകുക ഈ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. വിശുദ്ധ സ്റ്റീഫൻ്റെ ജീവിതം ഒരു തൊട്ടാവാടി ജീവിതമല്ല, ചീട്ടുകൊട്ടാരം പോലെയല്ല ഈ ജീവിതം. പ്രത്യുത വിശ്വാസത്തിൽ അടിയുറച്ചാശ്രയിച്ച് ആ വിശ്വാസമാകുന്ന അടിയുറച്ച പാറയിൽ കെട്ടിപ്പടുത്ത
ധന്യമായ ജീവിതം. വിശ്വാസം കൊണ്ട് സമ്മാനിക്കുന്നത് അതാണ്. എന്നും പ്രതിസന്ധികളിൽ പതറാതെ പിടിച്ചു നിൽക്കാനാകുക, ആ വിശ്വാസം നമുക്ക് ശക്തമായ ഒരു കോട്ടയായി നമുക്ക് ചുറ്റും നിലനിൽക്കാനാകുക. ഓരോ വർഷവും ജനുവരി മാസം 20, 21 തീയതികളിൽ നാം അനുസ്മരിക്കുന്ന 3 രക്തസാക്ഷികളുടെ ഇതേപോലുള്ള ധീരോചിതമായ ജീവിത ചരിത്രവും നമുക്ക് പ്രചോദനമാണ്. വിശുദ്ധ സെബാസ്റ്റ്യൻ, വിശുദ്ധ ഫേബിയൻ, വിശുദ്ധ ആഗ്നസ്. വിശുദ്ധ സെബാസ്റ്റ്യൻ നമുക്ക് തീർച്ചയായിട്ടും മലയാളികൾക്ക്, കേരളക്കരയിലുള്ളവർക്ക് കൂടുതൽ സുപരിചിതനായ രക്തസാക്ഷിയാണ്. പ്രസിദ്ധമായ ആ ഗാനത്തിലെ വരികൾ ഓർപ്പിക്കുന്നത് പോലെ, പണ്ട് നർബോനയിൽ ജനിച്ചവൻ, ഞങ്ങളെ രക്ഷിക്കുവാൻ അംഗങ്ങളെല്ലാം അമ്പുകളേറ്റ് പിടഞ്ഞവൻ. അപ്രകാരമുള്ള ധീരമായ ഒരു ജീവിതം തീർച്ചയായും നമുക്കിന്നും പ്രചോദനമാണ്. സെബാസ്റ്റ്യൻ്റെ ജീവിതം, സൈന്യസേവനം തനിക്ക് സ്വതസിദ്ധമായ ഒരു താല്പര്യമുള്ള കാര്യമല്ലായിരുന്നുവെങ്കിലും കാരാഗൃഹത്തിൽ കഴിയുന്ന ക്രൈസ്തവരെ രക്ഷിക്കുവാനും അവർക്ക് സംരക്ഷണമേകുവാനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സെബാസ്റ്റ്യൻ എന്ന ആ യുവാവ് സൈനിക സേവനത്തിന് പുറപ്പെടുന്നത്. അങ്ങനെ റോമിലെത്തി. റോമിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന മാർക്കോസ്, മർസെലിനൂസ് എന്ന് പേരുള്ള 2 ക്രൈസ്തവരെ അവർ ഒരുപക്ഷെ വിശ്വാസം ത്യജിക്കുമെന്നുള്ള സാഹചര്യം വന്നപ്പോൾ അവർ വ്യക്തിപരമായി സന്ദർശിച്ച് അവർക്ക് ഉപദേശം നൽകി, പ്രബോധനം നൽകി, വിശ്വാസത്തിൽ കരുത്ത് നൽകുന്നു. അതോടൊപ്പം തന്നെ ജയിലിൽ കഴിഞ്ഞിരുന്ന മറ്റു ക്രൈസ്തവർക്കും സെബാസ്റ്റ്യൻ രഹസ്യമായി കടന്നു ചെന്ന് അവർക്ക് വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് കരുത്തും ശക്തിയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ തൻ്റെ ഈ സൈനിക സേവനം വഴി വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യം നൽകുവാനാണ് സെബാസ്റ്റ്യൻ എന്ന ആ സൈന്യാധിപൻ, ആ യുവാവ് പരിശ്രമിച്ചത്. ക്രിസ്തുവർഷം 285 ആണ്ടിൽ റോമിലെ ചക്രവർത്തിയായി ഡയക്ലീഷ്യൻ ചാർജ് എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അംഗരക്ഷകനായിട്ടാണ് സെബാസ്റ്റ്യനെ നിയമിച്ചത്. അങ്ങനെ 3 വർഷം അംഗരക്ഷകനായി വിശ്വസ്തയോടെ സേവനമനുഷ്ഠിക്കുമ്പോഴാണ് തിരിച്ചറിയുന്നത് സെബാസ്റ്റ്യൻ്റെ യഥാർത്ഥ വിശ്വാസം ക്രിസ്തുവിലാണെന്ന്. ഡയക്ലീഷ്യൻ ചക്രവർത്തി സെബാസ്റ്റ്യനോട് ചോദിക്കുക, നീ ഈ ക്രിസ്തുവിലുള്ള വിശ്വാസം ത്യജിച്ചിട്ട് എൻ്റെ ദൈവമായ ജുപ്പിറ്ററിനെ ആരാധിക്കുകയും ധൂപമർപ്പിക്കുകയും ചെയ്യുക. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആ വിശ്വാസി, ക്രിസ്തു വിശ്വാസി, അപ്രകാരം ജുപ്പിറ്ററിനെ ആരാധിക്കുന്നതിൽ നിന്ന് വിമുഖത കാണിക്കുകയും അത് ത്യജിക്കുകയും രാജാവിൻ്റെ ഈ കൽപ്പന ത്യജിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും വിശ്വാസം അടിയുറച്ച് നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സെബാസ്റ്റ്യനോട് പറയുന്നു, നീ ജുപ്പിറ്റർ ദേവനെ ആരാധിച്ചില്ലെങ്കിൽ നിനക്ക് ഒരുപക്ഷെ നിന്നെ തീയിലിട്ട് ദഹിപ്പിച്ചു കളയും. സെബാസ്റ്റ്യൻ്റെ വീരോചിതമായ മറുപടി, ആ വിശ്വാസത്തിലടി ഉറച്ച മറുപടി, തീക്കനലിൽ ഈശോയെ പ്രതി കിടക്കുന്നതിന് എനിക്ക് ഒരു പട്ടുമെത്തയിൽ റോസാ പുഷ്പങ്ങളുള്ള മെത്തയിൽ ശയിക്കുന്നത് പോലെയാണ്. അങ്ങനെ സെബാസ്റ്റ്യനെ അമ്പെയ്ത് കൊല്ലുവാൻ തീരുമാനിച്ചു. അപ്രകാരം കൽപ്പന പുറപ്പെടുവിച്ചു. പക്ഷേ അമ്പെയ്ത് ആ ജീവൻ വീണ്ടും സംരക്ഷിക്കപ്പെട്ടു. അതിൽ നിന്നും അവസാനം ഈ മനുഷ്യനെ, ഈ വീരയോദ്ധാവിനെ, ക്രിസ്തുവിൻ്റെ പടയാളിയെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് കൊല ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നും സമൂഹത്തിന്, വിശ്വാസികൾക്ക് പ്രചോദനമായ ഒരു ജീവിതം, വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ വെല്ലുവിളികൾക്ക് മുൻപിലും തകരാതെ പിടിച്ചു നിൽക്കുന്ന ധന്യമായ ജീവിതത്തിൻ്റെ ഒരു പ്രചോദനമാണ് വിശുദ്ധ സെബസ്ത്യാനോസ് ഇന്നും സഭാസമൂഹത്തിന്, വിശ്വാസികൾക്ക് നൽകുക. വിശുദ്ധ ഫേബിയൻ 14 കൊല്ലം ആഗോള സഭയ്ക്ക് അജപാലന ശുശ്രൂഷ നേതൃത്വം കൊടുത്ത അനുഗ്രഹീതനായ ഒരു പാപ്പയാണ്. 250 അദ്ദേഹം രക്തസാക്ഷിയായി മാറുന്നു. റോമിൽ വിശുദ്ധ കലിസ്റ്റസിൻ്റെ കാറ്റക്കോമ്പിൽ, ആ ഭൂഗർഭാലയത്തിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഇന്നും ഉണ്ട്. പ്രത്യേകിച്ച് ഡെച്ചിയൂസ് എന്ന ചക്രവർത്തിയുടെ മതപീഡന കാലഘട്ടത്തിൽ
രക്തസാക്ഷിത്വ മകുടം സ്വീകരിച്ച സഭയുടെ പരമോന്നത ആചാര്യൻ. അദ്ദേഹത്തിൻ്റെ ആ ശവകുടീരത്തിൽ നിന്നും കണ്ടെടുത്ത ശിലാഫലകത്തിൽ ഇങ്ങനെ അത് 4ആയി വിഭജിച്ചു പോയി. അതിലൊരു കഷ്ണത്തിൽ പോപ്പ് ഫേബിയൻ, രക്തസാക്ഷി, ബിഷപ്പ് എന്നുള്ള നിലയ്ക്ക് അതിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം കണ്ടെത്തിയത്. വെല്ലുവിളികൾ ഉണ്ടായപ്പോഴും വിശ്വാസം ത്യജിക്കേണ്ട അവസ്ഥകൾ വന്നപ്പോഴും അതിലുറച്ചു നിന്ന് വിശ്വാസത്തിനു വേണ്ടി രക്തം ചിന്തിയ അനുഗ്രഹീതമായ ഒരു ജീവിതം. ചീട്ടുകൊട്ടാരം പോലെ തകർന്നതല്ല, തൊട്ടാവാടി പോലെ തളർന്നു വീഴുന്നതല്ല, വിശ്വാസത്തിൽ അടിയുറച്ച ശക്തമായ ഒരു ജീവിതമാണ് വിശുദ്ധ ഫേബിയൻ നമുക്ക് നൽകുന്നത്. ഇതേപോലെ തന്നെ വിശുദ്ധ ആഗ്നസ്, അവൾ സുന്ദരിയായ ശാലിനിയായ ഒരു യുവതിയായിരുന്നു. പലരും അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൾ പറഞ്ഞത്, എൻ്റെ സ്വർഗീയ മണവാളനായ ക്രിസ്തുവിലാണ് എൻ്റെ കന്യത്വവും ജീവിതം തന്നെയും സമർപ്പിച്ചിട്ടുള്ളത്. ആ സ്വർഗീയ മണവാളനോടൊപ്പമുള്ള ജീവിതമാണ് ഞാനെന്നും കാംക്ഷിക്കുന്നത്. അപ്പോൾ അവളെ വിമർശിച്ച് പറയുക, നിന്നെ ഞങ്ങൾ വേശ്യാഗൃഹത്തിൽ അടച്ചു പൂട്ടും, ആരും നിന്നെ വന്ന് നിൻ്റെ ജീവിതം സ്വന്തമാക്കും. അപ്പോൾ അവളുടെ മറുപടി, ഈശോ എന്നെ സ്വന്തമാക്കിയപ്പോൾ ആ ഈശോ തന്നെ എന്നെ സംരക്ഷിക്കുമെന്ന്. അങ്ങനെ അവസാനം അവളുടെ ജീവിതം അവൾക്ക് നഷ്ടമാകുന്നു. വിശുദ്ധ അംബ്രോസ് ഇവളുടെ വീരോചിതമായ ആ നിലപാടിനെ പറ്റി വിവരിക്കുന്ന ഭാഗം ബ്രീവിയറിയിൽ കൊടുക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്ന ഇതാണ്: ഗേൾസ് ഓഫ് ദാറ്റ് ഏജ് കനോട്ട് ഈവൻ ടേക്ക് ദി ആംഗ്രി ലുക്സ് ഓഫ് ദെയർ പേരൻസ്. മാതാപിതാക്കന്മാരുടെ ദേഷ്യപ്പെടുന്ന ഒരു മുഖഭാവം പോലും ഈ പ്രായമുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് എടുക്കാനാവില്ല. And they usually cry at the prick of a needle as though it were a wound. ഒരു ചെറിയ സൂചിമുന കൊണ്ടുള്ള മുറിവ് പോലും, ഒരു സൂചിമുന കൊണ്ടുള്ള കുത്തുപോലും സ്വീകരിക്കാൻ പറ്റാത്ത അത് വലിയ മുറിവ് പോലെയാണ് അവർക്ക് ഈ പ്രായത്തിലുള്ള പെൺകുഞ്ഞുങ്ങൾക്ക്. എന്നാൽ ഇവിടെ ആഗ്നസ് എന്ന് പറയുന്ന ഈ യുവതി, ഈ ബാലിക ഇതാ വീരോചിതമായ ശക്തിയോടുകൂടെ കരുത്തോടുകൂടെ അവൾക്ക് നിലകൊള്ളുവാനാകുന്നു. തുടർന്നും വിശുദ്ധ അംബ്രോസ് അവളുടെ ധന്യജീവിതത്തെപ്പറ്റി എഴുതുന്നത് ഇപ്രകാരമാണ്: യു ക്യാൻ ഇമാജിൻ വിത്ത് വാട്ട് ത്രെറ്റ്സ് ദ എക്സിക്യൂഷണർ ട്രൈഡ് ടു ഫ്രൈറ്റൻ ഹെർ. അവളുടെ ഘാതകർ അവളെ വധിക്കുമെന്നുള്ളതും പല വിധത്തിലുള്ള പ്രലോഭനങ്ങളിലൊക്കെ നൽകുമ്പോഴും അവൾ പറയുക, ഇറ്റ് വുഡ് ബി ആൻ ഇൻസൾട്ട് ടു മൈ സ്പൗസ് ടു തിങ്ക് ദാറ്റ് ഐ വുഡ് കൺസെൻറ്റ് ടു യു. എൻ്റെ ആത്മീയനാഥന്, എൻ്റെ ജീവിതം സമർപ്പിച്ച ക്രിസ്തുവിനോടുള്ള വലിയ ഒരു ഇൻസൾട്ടാകും ഞാൻ നിങ്ങളുടെ ഈ ഇംഗിതത്തിന് വശംവദയാൽ. അങ്ങനെ വീരോചിതമായ ഒരു സാക്ഷ്യമാണ് വിശുദ്ധ ആഗ്നസ് സഭയ്ക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിലും ഈ പ്രായത്തിലുള്ള ചഞ്ചലചിത്തരായ വ്യക്തികൾക്ക് പകർന്നു നൽകുന്നത്. പ്രതികാരത്തോടുകൂടെ സമീപിച്ചവർക്കും സ്നേഹത്തോടുകൂടെ അവരെ സമീപിക്കുന്ന വീരോചിതമായ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം. കേരളത്തിൽ നിന്നുള്ള മറ്റൊരു രക്തപുഷ്പം സിസ്റ്റർ റാണി മരിയ. അവളുടെയും ജീവിതം ഇപ്രകാരം മറ്റുള്ളവർക്ക് അനുഗ്രഹവും ആശ്വാസവും പ്രചോദനവുമായി നിലകൊള്ളുന്നു. 1995 ഫെബ്രുവരി മാസം 25-ാം തീയതി മധ്യപ്രദേശിലെ ഇൻഡോറിൽ രക്തസാക്ഷിത്വം വരിച്ച സിസ്റ്റർ റാണി മരിയ സ്വന്തം ജീവനെടുത്ത ആ കൊലയാളികൾക്ക് പോലും ക്രിസ്തുവിൻ്റെ ആ വിശ്വാസം പകർന്നു കൊടുത്ത ഒരു ധന്യമായ ജീവിത സാക്ഷ്യമാണ് നമുക്ക് നൽകുക. ദൈവസഹായം പിള്ള എന്ന ആ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തി 1752 ജനുവരി 14-നാണ് രക്തസാക്ഷിത്വം വരിച്ചത്. നീലകണ്ഠപിള്ള എന്ന് പറയുന്ന ആ മനുഷ്യൻ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുകയും വെല്ലുവിളികളും എതിർപ്പുകളും എല്ലാം നേരിട്ടുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ ധീരമായ രക്തസാക്ഷിത്വ സാക്ഷ്യം അദ്ദേഹം നൽകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ
ഇങ്ങനെ തളർന്നു വീഴാനുള്ളതല്ല. ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാകാനുള്ളതല്ല. വിശ്വാസത്തിൽ അടിയുറച്ചാശ്രയിച്ച് നാം നിലകൊള്ളണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ കാൽവരി മലമുകളിൽ ആ കുരിശിൽ പിടഞ്ഞു മരിച്ചുകൊണ്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചതുപോലെ ഞങ്ങളും ജീവിതത്തിൻ്റെ കുരിശുകളുടെ നിമിഷങ്ങളിൽ അങ്ങിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ വരമേകണമേ. ആ ക്രിസ്തുവിൻ്റെ വിശ്വാസം സ്വീകരിച്ച് ചരിത്രത്തിൽ ജീവിച്ച നിരവധി വ്യക്തികൾ, വിശുദ്ധ സെബാസ്റ്റ്യൻ, വിശുദ്ധ സ്റ്റെഫാനോസ്, വിശുദ്ധ ഫേബിയൻ, വിശുദ്ധ ആഗ്നസ്, സിസ്റ്റർ റാണി മരിയ, ദേവസഹായം പിള്ള, ഇങ്ങനെയുള്ളവരുടെ എല്ലാം ധന്യ ജീവിതം, രക്തസാക്ഷിത്വ സാക്ഷ്യം ഞങ്ങൾക്കും പ്രചോദനമാകട്ടെ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നിമിഷങ്ങളിൽ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, പ്രക്ഷുബ്ധമായ അവസ്ഥകളുണ്ടാകുമ്പോൾ അങ്ങിൽ ആശ്രയിച്ച് അടിപതറാതെ നിലനിൽക്കുവാൻ, പാറയിൽ പണിതുയർത്ത ഭവനം പോലെ വിവേകത്തോടുകൂടെ ജീവിക്കുവാൻ വേണ്ട വരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങയുടെ പരിപാലനയുടെ കരം ഞങ്ങളെ താങ്ങി നടത്തും. അങ്ങനെയുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഉറച്ച കോട്ട പോലെ കടന്നു വരും എന്ന് വിശ്വസിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് വരമേകണമേ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും, പ്രശ്നങ്ങൾ കടന്നു വരും. പക്ഷേ വിശ്വാസം നമുക്ക് ശക്തമായ കോട്ടയായിത്തീരണം. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അങ്ങനെ ജീവിതമെന്നും അനുഗ്രഹപ്രദമായി മാറ്റാം. ദൈവം നമ്മെ കരുത്ത് നൽകി അനുഗ്രഹിക്കട്ടെ.